നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു പല്ലുകൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ. ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യിപ്പിക്കുക, ഇവർ ഏത് ബ്രഷ് യൂസ് ചെയ്യണം, എപ്പോഴാണ് തുടങ്ങേണ്ടത്, അവർക്ക് വേദന എടുക്കുമോ, എങ്ങനെയാണ് അവരെ തുപ്പാൻ പഠിപ്പിക്കുക, നൂറ് ടെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കുട്ടികളുടെ ഓറൽ ഹൈജീനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഓറൽ ഹൈജീൻ എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രഷിങ് മാത്രമല്ല, ബ്രഷിങ്ങിന് മുന്നുള്ള സ്റ്റേജും പല്ലൊക്കെ വരുന്നതിന് മുന്നുള്ള സ്റ്റേജ് മുതൽ കുട്ടികളുടെ വായ നമ്മൾ എങ്ങനെ വൃത്തിയാക്കണം, എങ്ങനെ അതെപ്പം മുതൽ തുടങ്ങണം, എത്ര പ്രാവശ്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ എന്നും പറയുന്നത് പോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമാണ് ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി ടോപ്പിക്കിലേക്ക് കിടക്കാം. പൊതുവെ നമ്മൾ കുട്ടികളുടെ പല്ലിൻ്റെ സംരക്ഷണം അല്ലെങ്കിൽ ഓറൽ ഹൈജീനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കൺസേൺഡ് ആവുന്ന കുട്ടികൾക്ക് പല്ല് വന്നതിന് ശേഷമൊക്കെ ആയിരിക്കും അല്ലേ. അതിന് മുന്നേ നമ്മൾ അത്ര കൺസേൺഡ് ആവില്ല. കാരണം കുട്ടികൾ പല്ല് വരുന്നതിന് മുന്നേ മെയിനായിട്ട് ഭക്ഷണങ്ങളൊന്നും കഴിച്ച് തുടങ്ങുന്നില്ല. വളരെ ചെറിയ ഫുഡുകളൊക്കെയാണ്. അപ്പം അധികം ബ്രസ്റ്റ് മിൽക്കായിരിക്കും കുടിക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ പിന്നെ ഒരു 6 മാസത്തിന് ശേഷമൊക്കെ നോർമൽ ഫുഡുകളിലേക്ക് ചെറിയ കുറുക്കുകളൊക്കെ കഴിക്കുന്നുണ്ടാവും. അപ്പോഴും അത്ര കൺസേൺഡ് അല്ല നമ്മൾ കുട്ടികളുടെ പല്ലുകളെ അല്ലെങ്കിൽ ഓറൽ ഹൈജീനെ പറ്റിയിട്ട്. പക്ഷെ നമ്മൾ ആദ്യമേ ശീലിക്കേണ്ട അല്ലെങ്കിൽ ആദ്യമേ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓറൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ. അപ്പം അത് നമുക്ക് ചെയ്യാൻ സാധിക്കുക ചെറിയ കുട്ടികളാവുമ്പോൾ ഇങ്ങനെയുള്ള ക്ലീൻ ആയിട്ടുള്ള പുതിയ തോർത്തുകൾ കിട്ടില്ലേ. ചെറിയ കുട്ടികളുടെ തോർത്ത് കേട്ടോ, വലിയ ആളുകളുടെ തോർത്തല്ല ഞാൻ പറഞ്ഞത്, കുഞ്ഞുങ്ങളുടെ തോർത്തുണ്ടാവും. അതല്ലെങ്കിൽ കോറ തുണി എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിൽ കിട്ടി നല്ല കോട്ടൻ്റെ തുണികൾ കിട്ടും. അപ്പോൾ അതെടുത്തിട്ട് നല്ലോണം ചൂടുവെള്ളത്തിലൊക്കെ കഴുകി നന്നായി വെയിലത്തിട്ട് ഉണക്കി റെഡിയാക്കി എടുത്തിട്ട് അത് കൊണ്ടായിരിക്കണം നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഡെറ്റോളൊന്നും ഇട്ട് കഴുകരുതേ, അത് കുട്ടികളെ വായിൽ പോകുമ്പോൾ പ്രശ്നമായിരിക്കും. അതുകൊണ്ടാണ് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് കൊണ്ട് കുട്ടികളുടെ മോണയൊക്കെ നന്നായിട്ട് തുടച്ച് കഴുകി കൊടുക്കുക. ഉരയ്ക്കാന്നല്ല, നല്ല ക്ലീനാക്കുക. നമ്മൾ മയത്തിൽ ഒന്ന് ക്ലീനാക്കി കൊടുക്കുക. അതല്ലെങ്കിൽ ഈ പാലൊക്കെ കുടിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വൈറ്റ് കളറിൽ ഇങ്ങനെ നാക്കിലും ഇതിലൊക്കെ കാണാം മഞ്ഞ ഒക്കെ ആവും. കുറച്ചധികം നിന്ന് കഴിഞ്ഞാൽ അത് മഞ്ഞ കളറിലേക്കൊക്കെ മാറണം. അപ്പോൾ അതൊക്കെ ഒന്ന് നാക്കൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഇത് തുണി വെച്ചിട്ട് ഒന്നിങ്ങനെ ഉരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായി ക്ലീൻ ആയിട്ട് വരും. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം അപ്പം മുതലേ നമ്മൾ ആ ഹൈജീൻ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുട്ടിക്കും അത് ശീലമാവും. അങ്ങനെ വായ കഴുകുന്ന അതൊരു ശീലത്തിലേക്ക് കുട്ടി വരും. പിന്നെ കുട്ടിക്ക് പല്ല് വന്ന് തുടങ്ങുന്നത് നോർമലി ഒരു 7-8 മാസമൊക്കെ കഴിയുമ്പോഴാണ് പല്ലൊക്കെ വന്ന് തുടങ്ങുള്ളൂ. ചില കുട്ടികൾക്ക് ഒക്കെ ആ സമയത്തുണ്ട്. ചില കുട്ടികൾക്ക് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ നോർമലി ആ ഒരു പല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞു പല്ലുകളാവുമ്പോൾ ചെറുതായിട്ട് ഇതേപോലെ തന്നെ ഈ തോർത്ത് വെച്ചിട്ട് തന്നെ ആദ്യം ചെയ്ത് കൊടുത്താൽ മതി. കാരണം അതിങ്ങനെ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. പിന്നെ കുറച്ച് പല്ലുകളൊക്കെ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമൽ ചെറിയ കുട്ടികളുടെ ബ്രഷുകൾ കിട്ടും. അപ്പോൾ ബ്രഷ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന പോലത്തെ ബ്രഷുകൾ നിങ്ങൾ യൂസ് ചെയ്യരുത്. സിലിക്കൺ ബ്രഷ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആ സിലിക്കൺ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു ബോക്സിൽ കിട്ടുക. ഇങ്ങനെ നമുക്ക് ഫിംഗറിൽ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ സാധാരണ പണ്ട് വിരൽ കൊണ്ട് തേപ്പിക്കില്ലേ, അതേപോലെ തന്നെയാണ്. പക്ഷേ കുറച്ചിങ്ങനെ അതിൽ കണ്ടോ ഇങ്ങനെ ബ്രിസിൽസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ക്ലീൻ ആവാനും കുറച്ചും കൂടി എളുപ്പമാണ്. ഞാൻ ആദ്യം എനിക്കിത് അറിയില്ലായിരുന്നു. സിലിക്കൺ ബ്രഷ് ഞാൻ അങ്ങനെ ആദ്യം യൂസ് ചെയ്തില്ല. ആദ്യം ഞാൻ വിരലുകൊണ്ടാണ് ചെയ്തിരുന്നത്. വിരൽ കൊണ്ട് ചെയ്യുമ്പോൾ അത്ര അധികം നന്നായി ക്ലീനായിട്ട് വരില്ല കുട്ടികളുടെ പല്ല്. അപ്പോൾ ഡോക്ടർ തന്നെയാണ് എന്നോട് പറഞ്ഞ സിലിക്കൺ ബ്രഷ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് നന്നായി ക്ലീനായി വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാം. പിന്നെ കുറച്ചും കൂടി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ഇതുകൊണ്ട് തന്നെ നമുക്ക് നാക്കും ക്ലീൻ ചെയ്യാം കേട്ടോ. കുട്ടികളുടെ ഈ സിലിക്കൺ ബ്രഷ് കൊണ്ട് തന്നെ നാക്കും ഇങ്ങനെ ഉരച്ചു കൊടുത്ത് ക്ലീൻ ചെയ്യാം കുറച്ച് പല്ലൊക്കെ വന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനോട് നിങ്ങൾ യൂസ് ടു ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് നോർമൽ ബ്രഷ്, കുട്ടികളുടെ നോർമൽ ബ്രഷ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ നോർമൽ ബ്രഷുകളിലേക്ക് പോരാം. അപ്പോൾ ഈ നോർമൽ ബ്രഷുകളിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സൊക്കെയുള്ള ബ്രഷുകൾ ചൂസ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും ഈ ബ്രഷിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിനോട് കുറച്ച് ഇഷ്ടം വരാനായിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല അവർക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ബ്രഷുകൾ എടുത്തു കഴിഞ്ഞാൽ അവർക്കത് ബ്രഷ് ചെയ്യാൻ താല്പര്യം വരും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പേസ്റ്റ് എപ്പോഴാണ് യൂസ് ചെയ്യിപ്പിക്കുന്നത്, പേസ്റ്റ് യൂസ് ചെയ്യാൻ പാടുമോ, അത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നോർമൽ ഡൗട്ട് വരിക. അപ്പോൾ
അപ്പം പേസ്റ്റ് ആദ്യത്തെ സ്റ്റേജുകളിലൊന്നും കുട്ടികളെ പേസ്റ്റ് യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല. കാരണം ഞാനത് യൂസ് ചെയ്തിരുന്നില്ല, അതത്ര നല്ലതാണെന്നും എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം, അതായത് പല്ലൊക്കെ വന്ന് കുറച്ച് പല്ലൊക്കെ വന്നവർക്ക് തുപ്പാനൊക്കെ റെഡി ആയി തുടങ്ങുന്നു എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് പേസ്റ്റിലേക്ക് മാറേണ്ടുള്ളൂ. അല്ലെങ്കിൽ നോർമലി ബ്രഷ് ചെയ്യിപ്പിച്ചിട്ട് തുപ്പാൻ പഠിപ്പിക്കാം. അപ്പോൾ ഈ തുപ്പാൻ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും നോർമൽ സാധാരണ കുടിക്കുന്ന വെള്ളമല്ലേ, അതുകൊണ്ട് ആദ്യം തുപ്പാൻ പഠിപ്പിക്കുക. അപ്പോൾ തുപ്പാൻ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടോയ് ഫ്രണ്ടിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ ശ്രമിപ്പിക്കുക. നമ്മൾ ചെയ്ത് ആദ്യം ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എത്തി, ടോയുടെ മുകളിൽ ഉണ്ടോ, കണ്ടില്ലേ, ഇനി മോനൊന്ന് തുപ്പി നോക്ക്, ടോയുടെ മുകളിൽ കൊള്ളുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കാം. അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ നോർമലി അത് അവർക്കൊരു കളി പോലെയാണ്. അപ്പോൾ കളിച്ചുകൊണ്ട് അവരത് പഠിക്കാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യിപ്പിക്കാം. പിന്നെ പാട്ട് പാടിയിട്ടൊക്കെ ഓരോന്ന് ബ്രഷ് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ അതിനെ എൻഗേജ്, കാരണം കുട്ടികൾക്ക് ഭയങ്കര മടിയായിരിക്കും പല്ല് തേക്കാൻ. അപ്പോൾ അത് ബ്രഷ് ചെയ്യിക്കുന്നതിൻ്റെ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവരെ അതൊരു കളിയായിട്ട് അല്ലെങ്കിൽ ഒരു ഫണ്ണായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് ആക്കിയാൽ മാത്രമാണ് കുട്ടികൾക്ക് ബ്രഷ് ചെയ്യാൻ താല്പര്യം വരുള്ളൂ. അതൊരു റുട്ടീൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കിയിട്ട് പല്ല് തേപ്പിക്കും വേണം. ഇതൊരു ഫൺ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ടൈമായിട്ട് തേപ്പിക്കണം. അപ്പം ഞാൻ എൻ്റെ മോൻ്റെ കൂടെ ബ്രഷ് ചെയ്യുമ്പോൾ അവനും ഞാനും ഒപ്പാണ് ബ്രഷ് ചെയ്യുക. അപ്പോൾ ചില സമയത്ത് എനിക്ക് 2 പ്രാവശ്യമൊക്കെ രാവിലെ തന്നെ ബ്രഷ് ചെയ്യേണ്ടതൊക്കെ വരാറുണ്ട്. കാരണം നമ്മൾ നേരത്തെ എണീറ്റ് ബ്രഷ് ചെയ്തതിന് ശേഷമായിരിക്കും മൂപ്പര് എണീക്കുക. അപ്പോൾ അതിന് ശേഷം ഒപ്പം പിന്നെയും അവൻ്റെ കൂടെ ബ്രഷ് ചെയ്യേണ്ടി വരും. കാരണം അവൻ തന്നെ പറയാം, ബ്രഷ് എടുക്കുക, നമ്മൾ ബ്രഷ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളത് ശീലിപ്പിച്ചെടുത്താൽ മതി കുട്ടികളെ. അപ്പോൾ ബ്രഷ് ചെയ്യുമ്പോൾ ഒരുപാട് പാട്ടുകളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ പാട്ടുകളില്ലേ, ഓമന പല്ലുകൾ തേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള പാട്ട് പാടിപ്പിക്കാം. അതല്ലെങ്കിൽ ബ്രഷ് 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 യുവർ ടീത്ത്, അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ബ്രഷ് ചെയ്യിപ്പിക്കാനുള്ള. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പാടിയിട്ട് അതിനൊരു എൻ്റർടൈൻമെൻ്റ് ആക്കിയിട്ട് ചെയ്യിപ്പിക്കാം. പൊതുവെ കുട്ടികൾക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒപ്പം അവരുടെ കൂടെ ബ്രഷ് ചെയ്യുക. നമ്മുടെ വീട്ടിലെ ആളുകൾ, വലിയ ആളുകൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ ഇഷ്ടമായിരിക്കും. നമ്മൾ തന്നെ അവർക്കതിങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ നമ്മളെപ്പോലെ തന്നെ പ്രിറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. അതേപോലെ അവരുടെ ഫേവറേറ്റ് കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഇങ്ങനെ മോർണിംഗ് റൂട്ടീൻ വീഡിയോസ് പോലെയൊക്കെ ഉണ്ടാവും അവരിങ്ങനെ ചെയ്യുന്നത്. അതായത് കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ബ്രഷ് ചെയ്യാൻ മോർണിംഗ് റൂട്ടീൻ നല്ലതാണ്, പല കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രഷിങ്, കുളിക്കുന്നതൊക്കെ, രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കാണിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടാവും. അതൊക്കെ കാണിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇവർ പ്രിറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതൊരു കുട്ടികളുടെ ഒരു സൈക്കോളജിയാണ് അങ്ങനെ പ്രിറ്റൻഡിങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നല്ലതായിട്ട് അവരെ നമ്മൾ ആ ഒരു രീതിയിൽ മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. പേസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ചുള്ള പേസ്റ്റ് നിങ്ങൾ പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിനും വേറെ വേറെ ആയിരിക്കും അതിൻ്റെ കണ്ടൻസ് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഏജ് ഗ്രൂപ്പിൽ ഇങ്ങനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഏതാണ് കുട്ടിയുടെ ഏജ് ഗ്രൂപ്പ് നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഫ്ലൂറൈഡ് ഫ്രീ ആണ് പേസ്റ്റ് എന്നുള്ളത് ഉറപ്പ് വരുത്തി നോക്കുക. അപ്പോൾ ഒരുപാട് ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയതും നിങ്ങൾക്ക് അവൈലബിൾ ആയതും നോക്കിയിട്ട് നിങ്ങൾ എല്ലാ സ്ഥലത്തും കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. അപ്പോൾ പേസ്റ്റിൽ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജ് ഗ്രൂപ്പ് എന്താണെന്നുള്ളതും അതുപോലെ ഫ്ലൂറൈഡ് ഫ്രീ ആണ് എന്നുള്ളതും നമ്മൾ നോക്കുക. ഓർഗാനിക്കിൻ്റെയൊക്കെ ഒരുപാട് പേസ്റ്റുകളുണ്ട്, അത് നോക്കുക. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട്, കുട്ടികളുടെ പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എത്ര ക്വാണ്ടിറ്റി ഓഫ് പേസ്റ്റ് എടുക്കണം എന്നാണ്. നമ്മൾ ഈ പരസ്യത്തിലൊക്കെ കാണുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയൊക്കെ എടുക്കും. അത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ചെറിയൊരു എമൗണ്ട് എടുത്താൽ മതി. ഒരു പീ സൈസ് എന്നാണ് പറയുക നോർമലി ഡോക്ടേഴ്സ്. അപ്പോൾ അത്രയും എടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ നമ്മൾ ആയിട്ട് കുട്ടിക്ക് പേസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത്രയും എടുക്കണ്ട. ഞാൻ പറയുകയാണെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റ് കുട്ടിക്ക് മനസ്സിലാവുന്ന വിധത്തിൽ ചെറിയൊരു ഇതെടുക്കുക. അപ്പോൾ അവർക്ക് ഒരുപാട് ഫ്ലേവേഴ്സിലൊക്കെ അവൈലബിൾ ആണ് കുട്ടികളുടെ പേസ്റ്റ്. സ്ട്രോബെറി, പൈനാപ്പിൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ജാമ് പോലെ തന്നെ പേസ്റ്റിന് പല പല ഫ്ലേവേഴ്സാണ്. അപ്പോൾ നിങ്ങൾ അതിലേതെങ്കിലും കുട്ടിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ എമൗണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അത് തുപ്പാൻ പഠിപ്പിക്കുക. അപ്പോൾ തുപ്പാൻ ചെറിയൊരു എമൗണ്ട് ഉള്ളിൽ പോയി വെച്ചിട്ട് അപകടങ്ങളൊന്നും സംഭവിക്കില്ല. അറിയാണ്ട് കുട്ടി ഇറക്കിപ്പോയി കുറച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് പേടിച്ചിട്ട് ഡോക്ടറെ എടുത്ത് ഓടൊന്നും വേണ്ട. ചെറിയ എമൗണ്ട് ഒന്നും പോയ ഒരു പ്രശ്നമില്ല. പക്ഷേ തുപ്പാൻ ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരാം.
പിന്നെ നമ്മൾ നോർമലി എപ്പോൾ നമ്മൾ കുട്ടികൾ സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിപ്പിച്ചാലും അതല്ലെങ്കിൽ ജ്യൂസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതൊന്ന് നമ്മൾ അവരെ വായൊന്ന് കഴുകാൻ ശീലിപ്പിക്കണം എപ്പോഴും. അപ്പോൾ അത് അവരുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറും. അപ്പോൾ അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അവർ തന്നെ നമ്മളോട് പിന്നെ പറയാൻ തുടങ്ങും, കഴുകാൻ അവർ തന്നെ ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങും, അതല്ലെങ്കിൽ അവർ തന്നെ കഴുകാൻ ശീലിച്ചു തുടങ്ങും. അപ്പോൾ അത് നമ്മൾ നല്ലോണം ശീലിപ്പിക്കുക. അതുപോലെ ചെറിയ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് ബോട്ടിൽ ഫീഡൊക്കെ ചെയ്യുന്ന കുട്ടികളാകുമ്പോൾ ഇതിങ്ങനെ വായിൽ വെച്ചുകൊണ്ടിരിക്കാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് പല്ല് കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മധുരമൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അതിങ്ങനെ വായിൽ വെച്ച് ഇങ്ങനെ സക്ക് ചെയ്തിരിക്കാൻ പാസിഫയേഴ്സ് അങ്ങനത്തെ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്, അതിൽ മധുരം കൊടുക്കുന്ന ആളുകൾ കേട്ടോ, പാസിഫയേഴ്സിൽ മധുരം ആക്കിയിട്ട് ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവരും അത് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് നേരം വായിൽ വെച്ചിരിക്കാൻ സമ്മതിക്കാതിരിക്കുക. അതിനുശേഷം നന്നായിട്ട് വായൊന്ന് കഴുകി അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനൊക്കെ പറഞ്ഞ പോലെ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കുക. പിന്നെ മധുരം ഉള്ള സംഭവങ്ങൾ, പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സംഭവങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതായത് ചില ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ, ചോക്ലേറ്റ് കൊടുക്കുന്നവരാണെങ്കിൽ ചില ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അത് പല്ലിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ ചില ഇപ്പോൾ ഡേറ്റ്സ്, ഉണക്കമുന്തിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതൊക്കെ നല്ലോണം ഇങ്ങനെ ഒട്ടിപ്പിടിക്കും പല്ലിൽ. അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ അത് ചെറിയ ആ ഒരു പ്രായത്തിൽ അത് ഉടച്ചിട്ട് അതിന് നീര് പിഴിഞ്ഞ് കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ അത് അങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കുറവായിരിക്കുമല്ലോ ഈ ആദ്യമായിട്ട് പല്ല് വരുന്ന കുട്ടികളിലൊക്കെ കാര്യങ്ങളിൽ. അപ്പം ഇവ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഇതാക്കാൻ സാധിക്കും. കാരണം ഈ മിൽക്ക് ടീത്ത് എന്ന് പറയുന്ന സംഭവം നമുക്കറിയാമല്ലോ, ഒരു 13 years വരെ ഈ ബാക്കിലെ പല്ലുകളൊക്കെ നിൽക്കും. ഫ്രണ്ടിലെ പല്ലുകൾ എന്ന് പറഞ്ഞാൽ ഒരു 6 to 7 years ആകുമ്പോഴേക്കും പോയിട്ട് നോർമൽ പല്ലുകൾ വന്നു തുടങ്ങും. അപ്പോൾ ഈ ബാക്കിലെ പല്ലുകൾക്ക് കുറച്ച് കൂടുതൽ കൺസേൺ കൊടുക്കണം. കാരണം നമ്മളെപ്പോഴും ഈ ഫ്രണ്ടിൽ തേച്ച് തുപ്പി ശീലിക്കുക, ബാക്കിലെ പല്ലുകൾക്കൊക്കെ ശ്രദ്ധ നമ്മൾ കുറവാണ് കൊടുക്കുക. അപ്പം ബാക്കിലെ പല്ലുകൾ ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് എല്ലാ സൈഡിലും സർക്കുലർ മോഷനിൽ നിങ്ങളിങ്ങനെ ചെയ്യാൻ അവരെ ഇങ്ങനെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ വട്ടത്തിൽ ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അതിങ്ങനെ ശീലമായി വരും. ആദ്യം അത് ചെയ്യിപ്പിക്കണം എന്നല്ല, ആദ്യം നമ്മൾ നോർമൽ പല്ല് ബ്രഷ് ചെയ്യണ ആ ഒരു റൂട്ടീൻ അത്ര ക്ലീൻ ആയിട്ടില്ലെങ്കിൽ അതിലേക്കൊരു റൂട്ടീനിലേക്ക് കൊണ്ടുവരാം. പിന്നെ അവർക്ക് മനസ്സിലാവുന്നൊരു പ്രായമാവുമല്ലോ, ഒരു 4 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് നോർമലി കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നൊരു പ്രായമാകുമ്പോൾ നമുക്ക് അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം, അതിന് സൈഡിൽ ഇങ്ങനെ ഫ്രണ്ടിൽ മുകളിൽ ഇങ്ങനെ റൗണ്ടിൽ ചെയ്യണം എന്നൊക്കെ അതിനെ പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള കുഞ്ഞു ടിപ്സ്. ഇതൊക്കെയാണ് ഞാനിങ്ങനെയൊക്കെയാണ് അവനെ ബ്രഷിങ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നത് എൻ്റെ മോനെ. അപ്പോൾ അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് ടിപ്പുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. കാരണം അപ്പോൾ നിങ്ങൾക്ക് വേറെ ആളുകൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. എനിക്കറിയാത്ത പല കാര്യങ്ങൾ നിങ്ങൾക്കും അറിയുന്നുണ്ടാവാം. അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ടീത്തിങ്ങിനെ പറ്റിയിട്ടും ബാക്കി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.